ദീപം ദീപം. അയ്യോ ഒരു ക്ഷമിക്കണം, ഞാൻ വിചാരിച്ച ഇലക്ട്രിസിറ്റി ഓഫീസ് ആയിരിക്കും. അയ്യോ എന്റെ സാറേ ഒന്നിങ്ങോട്ട് വന്നേ. ഇത് ഇലക്ട്രിസിറ്റി ഓഫീസ് തന്നെയാ. ഇലക്ട്രിസിറ്റി ഓഫീസാണോ? ആ എന്നെ മനസ്സിലായില്ലേ? ഇതന്നെ പകലും എഴുതി വെച്ചിരിക്കുന്നത്. ഓ എന്റെ സാറേ, ഇവിടെ കറണ്ടും പോയി, മഴ കാരണം കോള് മൊത്തം ഇരുട്ട് പിടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഒന്ന് വിളക്ക് വെച്ചതാ. സാറേ, നമ്മുടെ ഈ കെട്ടിടം വരെ രവിയുടെ വീട്ടിലാണല്ലോ വാടകയ്ക്ക് പ്രവർത്തിക്കുന്നത്. അതെ. എന്റെ സംശയം പുള്ളി ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫീസ് ഊരിട്ട് പോകുന്നുണ്ടോന്ന് ഒരു അവൻ ഈ നെറിയാടൊന്നും കാണിക്കത്തില്ല. ഞാൻ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആരായി ഫോൺ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്? എന്റെ സാറേ, ഞാനെടുത്ത് മാറ്റി വേറൊന്നുമല്ല. ആ ചേന്നങ്കേരി ഭാഗത്ത് കറണ്ടില്ലെന്നുണ്ട് അവിടുത്തെ പിള്ളേര് മുഴുവൻ വിളിച്ച് എന്തൊരു തെറിയാന്നറിയോ? ഇവന്മാർക്ക് വല്ലതും അറിയോ നമ്മളെ കഷ്ടപ്പാട്? ഇത്രയും കഷ്ടപ്പാട് പിടിച്ചൊരു സർക്കാർ ജോലി, ആ നമ്മുടെ ജോലിയല്ലേ സാറേ? അത് മാത്രം പറയരുത്. എല്ലാ ജോലിക്കും അതിന്റേതായ കഷ്ടപ്പാടുണ്ട്. പിന്നെ ചക്കച്ചുള മാസാമാസം എണ്ണി മേടിക്കുന്നുണ്ടല്ലോ, അപ്പൊ ജോലി ചെയ്യണം. അതല്ല സാറേ, നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടല്ലേ ജോലി ചെയ്യുന്നത്. ഇനി വന്നേ. അപ്പൊ അതിർത്തി കിടക്കുന്ന പട്ടാളക്കാരൊക്കെ AK-47 തോക്കിന്റെ അകത്ത് അരിപ്പൊടി നിറച്ചിട്ട് പുട്ടുണ്ടാക്കുവാന്നാണോ കരുതത്? അവരല്ലാണോ മുഖാമുഖം കാണുന്ന പറയുന്നത്? എന്റെ സാറേ, ഇവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞോണ്ട് നിൽക്കാതെ ഇവരോടൊക്കെ എന്നാ KSEBയുടെ ജയിപ്പെടുത്ത് ഒന്ന് കറങ്ങിയിട്ട് വരാൻ പറ. നിമിഷം പറഞ്ഞ കറക്റ്റ് കാര്യം. ഈ നിമിഷം തന്നെ നിങ്ങൾ ആ ജംഗ്ഷനിൽ ചെന്നിട്ട് ആ KSEBയുടെ ജീപ്പ് എടുത്തിട്ട് മൊത്തത്തിൽ ഒന്ന് കറങ്ങുക. പിന്നെ ഒരു കാര്യം ഓർത്തോളം, KSEBയുടെ ഏണി എടുത്ത് പൊക്കത്ത് വെക്കാൻ മറക്കരുത് ജീപ്പിന്റെ. അയ്യോ സാറേ, ഏണിയില്ല. ഏണി എവിടെ പോയി? ഏണി അപ്പുറത്തെ വീട്ടിലെ വിഷുവിന് കുരുമുളക് പൊട്ടിക്കാൻ വേണ്ടി തന്നെയൊക്കെ സമ്മതിക്കണോ? KSEBയുടെ ഏണി എടുത്ത് വിഷപ്പേര് കുരുമുളക് ഉണ്ടാക്കാൻ വെറുതെ കൊടുത്തോ? സാറേ വെറുതെ അല്ല, പിന്നെ ഡെയിലി 100 രൂപ വാടക കിട്ടുമെന്നേ. ഇപ്പൊ എത്ര ദിവസമായി കൊടുത്തു? 10 ദിവസമായി. അപ്പൊ 1000 രൂപ വൈകിട്ട് ഓർഡർ എടുക്കാം. അടിച്ചു നല്ല സാറാ, നല്ല സാറാ. KSEBയുടെ ഏണിയെടുത്ത് വാടകയ്ക്ക് കൊടുത്തിട്ട് വൈകുന്നേരം കള്ള് മേടിച്ചിട്ട് കുടിക്കാന്ന്. എന്ത് കഷ്ടമാ സാറേ ഇത്. ഇത്ര വലിയ വാച കടിക്കുന്നുണ്ടല്ലോ. നിന്റെ മഞ്ഞ ഹെൽമെറ്റ് എന്തിയടാ? ഒന്നും പറയണ്ട സാറേ, എന്തിനൊക്കെ പറ. അതല്ല സാറേ, രാവിലെ അളിയനും പെങ്ങളും കൂടി പുറത്തേക്ക് പോകാണ്ട് ബൈക്കുമായിട്ട് ഇറങ്ങി. ജംഗ്ഷനിലാണ് ഒടുക്കത്തെ പോലീസ് ചെക്കിങ്. അളിയനെ ഹെൽമെറ്റ് ഉണ്ട്, പെങ്ങൾക്ക് ഹെൽമെറ്റ് ഇല്ല. ഞാൻ എന്റെ ഹെൽമെറ്റ് ഉരുക്കി കൊടുത്ത് ഇല്ല പെറ്റി എത്ര രൂപ അടയ്ക്കണം സാറേ? ഇങ്ങനെയാണെങ്കിലേ ഇലക്ട്രിസിറ്റി ബോർഡ് എടുത്ത് നിങ്ങളെ മറച്ചു വെക്കുമല്ലോ. മാത്രം പറയരുത്. അപ്പൊ ഉണ്ണുന്ന ചോറിനോട് നന്ദിയുണ്ട്. ഉണ്ണുന്ന ചോറിനോട് നന്ദി ഉണ്ടായിട്ടല്ല, പണ്ട് കുറച്ച് അലൂമിനിയം കമ്പി മറച്ചു വെച്ച് ആ കേസ് ഇതിനെ തീർന്നിട്ട് അതും തീരട്ടെ. സാറേ ആണ്ട് കമ്പി എടുത്തിട്ടേ ഉള്ളൂ, കറണ്ട് വന്ന്. അയ്യോ സാറേ, കറണ്ട് പോയി. ഞാൻ പോയി നോക്കിട്ട് വരാം. ഒന്ന് ഫോൺ വിളിച്ചൊന്ന് പറയണോ? ഫോൺ വിളിക്കേ, ഫോൺ എടുത്ത് പറ. എന്റെ സാറെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ ആകപ്പാടെ കുരുമാലാകും. ആ ചേന്നങ്കേരിയിലെ ടീമുകൾ വിളിച്ച് ആകപ്പാടെ തെറി വിളിക്കുന്നു. എന്നാ ചേന്നെങ്കിൽ ഫോൺ അവിടെ ഇരിക്കട്ടെ. ആ ചേന്നങ്കേരിയിലെ ടീമാട്ടോ വിളിച്ച് ചീത്ത വിളിക്കുന്നത്. ഒരുത്തരെ കൊണ്ട് പറഞ്ഞു വിട്ടിട്ടുള്ളൂ, അവന്റെ കാര്യം എന്തായാവോ? സാറേ കിട്ടി, സാറേ കിട്ടി. ഇങ്ങോട്ട് നടക്കണം, ഇങ്ങോട്ട് വരാം. ഇങ്ങോട്ട് വാ. നമ്മുടെ വീടിന്റെ ഓണർ രവി, പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഫീസ് വിട്ട് പോകുന്നതാ. എന്തിനാ രവി ഈ ഫീസ് ഫീസ് വരുന്നത്? 6 മാസമായി എനിക്ക് കെട്ടിടത്തിന്റെ വാടക നട്ട്. ഈ വാടകയുള്ള ഈ പേസല്ല, ഇതെല്ലാം വലിച്ചു പൊളിച്ചാൽ കളയും പറഞ്ഞിട്ടുണ്ട്. ബാക്കി 6 മാസം വാടകയല്ലേ ഞങ്ങൾ വരാനുള്ളൂ. കേൾക്കുന്ന വിചാരിക്കും നേരത്തെ തൊട്ട് കുറെ മറച്ചോണ്ടിരിക്കുവാന്ന്. എടാ 6 മാസം ആയതോടെ ഞാൻ ഇത് വാടകയ്ക്ക് തന്നിട്ട് പിന്നെ ഏത് വാടകയാണ് നിങ്ങൾ പറയുന്നത്? മര്യാദയ്ക്ക് വാടക തന്നില്ലെങ്കിൽ ഇതെല്ലാം കൂടെ വലിച്ചു പൊളിച്ചു. അമ്മ കറണ്ട് അടിച്ചത് ക്ഷമിക്കാം. ഈ അണ്ണാക്കി കയറിയ പൊടി ഞാൻ എങ്ങനെ ഊതിക്കളയും? അയ്യോ ഇനി ആ സംഭവം വേണ്ട. 6 മാസം കൊണ്ട് നിന്റെ ഒറ്റ വിളി കാരണം ഞാൻ നിന്റെ വാടക വാങ്ങിക്കാതെ പോകുന്നത്. ഇനി അത് ശരിയാവത്തില്ല. എനിക്ക് വാടക തന്നേ പറ്റൂ. ഇങ്ങനെ അറുത്ത് മുറിച്ച് പറയാതണ്ണാ. എന്തോ വരയ്ക്കരുത്, വിരൽ ഞാൻ പറ്റും. ഇവിടെ നിന്റെ ഈ നഖം കൊണ്ട് കഴിഞ്ഞ മാസം മുറിഞ്ഞതേ 8 ഇഞ്ചക്ഷൻ എടുത്തിരിക്കുക സെപ്റ്റിക് കാരണം കേട്ടോ. ഷുഗർ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ നടക്കുന്ന അഴിമതി മൊത്തം ഞാൻ നാട്ടുകാരോട് വിളിച്ചു പറയും. എന്നാ പറഞ്ഞേ? ഇവിടെ നടക്കുന്ന അഴിമതി മൊത്തം ഞാൻ നാട്ടുകാരെടുത്ത് വിളിച്ചു പറയും. എന്താ അഴിമതി എന്നോ? എടോ പാവപ്പെട്ടവന്റെ വീട്ടിലെ കറണ്ട് കട്ട് ചെയ്തിട്ട് ആ കറണ്ട് മൊത്തം നിങ്ങൾ മറച്ചു വിൽക്കുകയല്ലേ ചെയ്യുന്നത്? പറഞ്ഞ നമ്മളകത്തായി പോവും. സംഭവം എല്ലാം മനസ്സിലാക്കിയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ മുല്ലപ്രിയ ഡാമിൽ നിന്നാണോ തമിഴ്നാട്ടിലോട്ട് കറണ്ട് കൊണ്ടുപോകുക. നമ്മൾ കൊട്ടക്കണക്കിന് കക്ക വരുന്ന പോലെ കറണ്ട് കൊട്ടയ്ക്കകത്ത് വാരി
ചാക്കിനകത്ത് നിറച്ച് കാറിനകത്ത് കയറ്റി തമിഴ്നാട്ടിലോട്ട് കരണ്ട് വെക്കുന്ന വിവരം പുള്ളി അറിഞ്ഞു. അതാ പുള്ളി പറഞ്ഞ അഴിമതി എന്ന്. അയ്യോ ദൈവത്തെ ഓർത്തിതൊന്നും പുറത്തു പോയി പറഞ്ഞേക്കല്ലേ, ഞങ്ങൾ ജോലി പോവുകയെ. പൊന്ന് രവി സാറേ, ഞങ്ങള് ചാക്കിന്റെ അകത്ത് കാറിന്റെ അകത്ത് കരണ്ട് വെക്കുന്ന കാര്യം പറഞ്ഞേക്കരുതേ. കയ്യെടുത്ത് നമ്മളെ വെറും പൊട്ടനാക്കല്ലേ കേട്ടോ. വിദ്യാഭ്യാസം എല്ലാം നേരത്തെ എനിക്ക് ഞാൻ അത്ര മന്ദബുദ്ധിയല്ല. നിങ്ങൾ കറണ്ട് എല്ലാം കൂടെ ചാക്കി കയറ്റി കാറിനകത്ത് കൊണ്ടുപോകും എന്ന് പറഞ്ഞു കേട്ട് വിശ്വസിക്കാൻ. എനിക്കറിയാം ഇത് കാറിനകത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനമല്ല. നിങ്ങൾ കണ്ടെയ്നർ ലോറിക്കകത്താ കയറ്റി കൊണ്ടുപോകുന്നത്. ജയിലിൽ പോകാനുള്ള പേടിയുണ്ടാ, അല്ല ഞാൻ എടുത്തിട്ട് കൊന്നേനെ. ഇവിടെ കാണ്ടില്ലല്ലോ, എടുത്തിട്ട് പോകല്ലേ. സാറേ ഒരുത്തൻ വെള്ളം അടിച്ച് അലുമുണ്ടാക്കുന്നത്. വെള്ളം ഉണ്ടാക്കാൻ ഇത് വാട്ടർ അതോറിറ്റി അല്ലേ, KSB അല്ലേ? അല്ല സാർ, മദ്യപിച്ച് ക്യൂ കയറുന്ന പ്രശ്നം ഉണ്ടാക്കുന്നത്. ആരാ വെള്ളം അടിച്ചിട്ട് ക്യൂ കിടന്ന് അടിയുണ്ടാക്കുന്നത്? വെള്ളം അടിച്ചിട്ട് അടിയുണ്ടാക്കുന്നത് ആരാത്? അപ്പൊ നിങ്ങൾ എങ്ങനെയാ കറണ്ട് ഉണ്ടാക്കുന്നത്? ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് കണ്ടുണ്ടാക്കുന്നത്. നിങ്ങൾ വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നു. ഞാൻ വെള്ളം അടിച്ചോണ്ട് നാട്ടുകാരെ ഇത് രണ്ടെണ്ണം മേടിക്കുന്നു, വീട്ടിൽ പോകുന്നു. എന്നാ നിങ്ങളുടെ വിഷയം? വിഷയമുണ്ട്. ഇതേ എനിക്ക് KPSC അയച്ച ബില്ലാണ്. നാടകം KPSC ഇത് KSRTC അല്ല, ഇത് KSB. കേട്ടോടാ, KSP. എനിക്ക് ഇത് ഇവിടെ നടത്താൻ ബില്ലാടാ. അപ്പൊ ഇതില് വല്ലോ തെളിഞ്ഞിട്ടുണ്ടോ നോക്കണ. അത് കമ്പ്യൂട്ടറിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും തെളിയാത്തത്. അപ്പൊ കമ്പ്യൂട്ടർ തലയെ വെച്ചങ്ങ് കെട്ടി തീർന്നല്ലോ നിങ്ങളുടെ പ്രശ്നം. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ 3 ദിവസമായിട്ട് എന്റെ വീട്ടിലെ പൾപ്പൊന്നും തെളിയാത്ത കാര്യം അത് എന്നാന്ന് പറയാം. പ്രതീക്ഷിക്കാതാണ് ബംഗാൾ ഉൾക്കടലിൽ കാളിയമർദ്ദനം വന്നത്. ദൈവമേ, ബംഗാൾ ഉൾക്കടൽ കാളിയമർദ്ദനോ? അല്ല, ന്യൂനമർദ്ദനം. പെട്ടെന്ന് വന്ന മഴ കൊണ്ട് വെള്ളം കലക്കി കലക്ക വെള്ളമാണ് ഇപ്പൊ വരുന്നത്. കലക്ക വെള്ളത്തിൽ കരണ്ട് എടുക്കുന്നവനാണ് ഇപ്പൊ ലൈറ്റ് തെളിയാത്തത്. പിന്നെ താങ്കളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ സർക്കാരിന്റെ പറഞ്ഞ് കുറച്ച് മിനറൽ വാട്ടർ ഇങ്ങോട്ട് തരാൻ പറയും. അതിൽ നിന്നെങ്കിലും കറണ്ട് എടുക്കുമ്പോ എന്റെ വീട്ടിലെ ബൾബൊന്ന് തെളിഞ്ഞ് കാണാനില്ലേ? അല്ലാണ്ട് പറയാം, ശരിയല്ലേ? ഇവിടെ പറയുമ്പോ എല്ലാം പറയണം. നിങ്ങൾക്കൊക്കെ ഇവിടെ വെള്ളം അടിച്ചോണ്ട് തിങ്ങാട്ട് കയറി വന്ന ഭയങ്കര നാണക്കേടാണ്. കണ്ട ഒരു വയസ്സായ മനുഷ്യൻ ആ ക്യൂല് ഇപ്പൊ ഏതെങ്കിലും ഓഫീസിൽ വയസ്സായ മനുഷ്യന് ക്യൂ ഉണ്ടാ ഇത്രയും പേര് നോക്കിക്കൊണ്ട് നിന്നിട്ട് ആരെങ്കിലും അടയ്ക്കുന്നുണ്ടാ? ആ മനുഷ്യനെ കയറ്റി ഒന്ന് ഇവിടെ ബില്ലട. വയസ്സായ ഞാൻ വാടക വാങ്ങിക്കുന്ന കെട്ടിടവാ. ഞാൻ പറയുന്നത് കേട്ടാ മതി. ക്യൂ നിൽക്കുന്നവർ ക്യൂ നിന്നാ മതി. പറ്റത്തില്ല. ബില്ല് എന്താ മക്കളെ വീട് ചത്തുപോയ ആര് സമാനം? അതെ, നിങ്ങൾ എല്ലാരും പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം വന്നാ മതി. പഞ്ചായത്തിലെ ബില്ല് മുഴുവൻ ഉണ്ടെന്നേ. ഇത് മുഴുവൻ അടച്ചു തീരുമ്പോഴേക്കും ഉച്ചയാവും. എത്ര ബില്ലുണ്ട് മക്കളെ? എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാ. ഒരു വീട്ടിൽ നിന്ന് ബില്ലടയ്ക്കാൻ നേരത്തെ എനിക്ക് 10 രൂപ കമ്മീഷൻ കിട്ടും മക്കളെ. എനിക്ക് ജീവിച്ചു പോണ്ടേ. എത്ര ബില്ലുണ്ട്? ഇന്ന് വെറും 110 ബില്ലേ ഉള്ളു മക്കളെ. 110 ബില്ല? അത് പറഞ്ഞോണ്ട് ഞാനങ്ങ് പോയിക്കോളാം. അപ്പൊ ഒരു ദിവസം 1100 രൂപ വരുമാനം. ആരാള് തരക്കേടില്ലല്ലേ? ഇല്ല ഞാൻ കൊന്നല്ലേ? ഇല്ല ഞാൻ പോട്ടില്ല. ഞാൻ പോട്ടില്ല. ഞാൻ പോട്ടില്ല. നമസ്കാരം. സാറേ ഇവിടുത്തെ മെയിൻ മഴ വരുന്നുണ്ട്, ഓഫ് ചെയ്തിട്ടിരിക്കുക. അല്ല അതല്ല സാറേ, ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആളാരാന്ന്? മെയിനായിട്ടുള്ള ആള് ഞാനാണ്. സാറേ ഒരു പരാതി പറയാനുണ്ടായിരുന്നു. എന്താണ് പരാതി? അല്ല സാറേ, ഞാൻ രാവിലെ മുതൽ ഫോൺ വിളിക്കുകയാണ്. ആ ഫോണിൽ ചെറിയൊരു കംപ്ലൈന്റ് ആണ്, അതുകൊണ്ട് ഫോണ് മാറ്റി വെച്ചിരിക്കുക. സാറേ KSPക്ക് എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട്. ഒരിക്കലും തെറ്റുപറ്റത്തില്ല. ആണ് സാറേ. ഇത് നോക്ക് സാറേ, എന്റെ കറണ്ട് ബില്ല് 6500 രൂപ വന്ന് ബില്ല്. എന്റെ സഹോദര, നിങ്ങൾ മോട്ടറ്, ഫാന്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ കറണ്ട് ആകും. അല്ല സാറേ, മോട്ടോർ സാറ് കാര്യം പറഞ്ഞു. ചേട്ടാ ഒന്ന് പറഞ്ഞു. ഒന്നും പറയണ്ട. തന്റെ വീട്ടിലെ കിണറ്റിൽ താൻ മോട്ടർ വെച്ച് വെള്ളം അടിക്കുന്നു. ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നത്. അതാ ഇത്ര ബില്ല് വരുന്നത്. പിന്നെ എന്റെ പൊന്നു സാറേ, സാറ് ഇരുട്ടെ വിളക്കാൻ കറണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബില്ല് വരും. പിന്നെ KSB കുറ്റം പറയല്ലേ? എന്റെ പൊന്നു സാറേ, സാറ് നിർത്ത്. എന്റെ പൊന്നു സാറേ, എന്റെ വീട്ടിൽ ഇന്നലെ വാനം വെട്ടി ഇന്ന് കല്ലിടുന്നതേ ഉള്ളൂ. വീടിന്റെ പണി പോലും കഴിഞ്ഞില്ല, അതിന് മുമ്പ് 6500 രൂപ ബില്ല്.
എന്റെ പൊന്ന് പച്ചമാവി വെച്ച് വിട്ടേരി ഞാൻ. എടാ നിന്റെ വീടിന് വാനം വെട്ടി കല്ലിട്ടതല്ലേ ഉള്ളു. അതിനിടയ്ക്ക് ഒരു 6500 ബില്ല് അടിച്ചു തന്ന. അയ്യോ ഇത് നീ ആ വാനത്തിന് വീട് വെച്ച് ഒരു കണക്ഷനും കൂടെ തന്ന 60,500 വരെ അടിച്ചു തരും. കടത്തേക്കാണെന്നറിയാലും വീട് വെക്കല്ലേ, ഉള്ള തടച്ചിട്ട് പോവാൻ നോക്ക്. പോവോ മക്കളെ 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 ആ ബില്ല് ഇങ്ങട് മാമ അടക്ക എനിക്കൊരു 10 രൂപ തന്നാ മതി. ഇല്ല ഞാൻ പോകില്ല, ഞാൻ പോകത്തില്ല, ഞാൻ പോകത്തില്ല. രാവേണ എന്റെ രവി ഇന്ന് രാവിലെ മുതൽ ഞാൻ ഫോൺ വിളിക്കുന്നു, ഫോണിൽ കിട്ടുന്നില്ല എന്ന്. ഫോണില് ചെറിയൊരു കംപ്ലൈന്റ് അതുകൊണ്ടാ. രാവേണ അറിയത്തില്ലയോ? ഇല്ല ഷാപ്പിലെ കറിക്കാരനാ. എന്തായിരുന്നു കാലത്ത്? കഴിഞ്ഞ 27-ാം തീയതി എന്റെ വീട്ടിന്റെ വയറിങ്ങിന്റെ പണി കഴിഞ്ഞതാണ്. എനിക്കറിയാലോ. ഒരു വയറ് കാണാൻ വരാം, വയറ് കാണാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വയറ് കാണാൻ വന്നില്ലാന്ന്. നിങ്ങൾ ഉത്തരവാദിത്തക്കുറവ് ഇപ്പൊ മനസ്സിലായല്ലോ. കേട്ടോ അവർ പാവപ്പെട്ടനുള്ള പൈസ കൊടുത്ത് വയറ് ചെയ്ത് നിങ്ങളാ പോയി വയറ് കാണാത്ത എന്താ നിങ്ങള്? 27-ാം തീയതി ഞങ്ങൾ ഇവിടെ വയറ് കാണാൻ ചെന്നായിരുന്നു. അവിടെ വയറിളകി കിടക്കുവാ. അത് എന്റെ ഇളയ സഹോദരിയുടെ കൊച്ചെ കണ്ടതും കടിയതൊക്കെ വാരിത്തുനിന്ന് വയറിളകി കിടക്കായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വന്നുകൂടായിരുന്നു. ആ വയറല്ലെന്ന്, പിന്നെ ആ വീടിന്റെ മൊത്തം വയറിളകി കിടക്കുകയാണെന്ന്. ISI മുദ്രയുള്ള വയറുണ്ടെങ്കിലേ ഞങ്ങൾക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ISI മുദ്രയുള്ള വയറ് വേണം. അപ്പൊ അവരെ കുറ്റപ്പെട്ട കാര്യമില്ല. അങ്ങനെ ISI മുദ്രയുള്ള വയറുണ്ടോ? വയറുണ്ട്. ഈ ISI മുദ്ര ഒപ്പിക്കാൻ പാട് എന്റെ ദൈവമേ. ഇതിനകത്ത് വയറ് കൊടുത്ത് കത്തിക്കേ വേണ്ടത്. പൊക്കോണാവിടുന്ന് ഒരു ISI മുദ്ര കൊണ്ട് വന്നേക്കുന്ന സാറേ ഇനിയെങ്കിലും ആ ഫോൺ ഒന്ന് എടുത്ത് റിസീവ് ചെയ്യും. അതാണ് ഈ മാരണങ്ങൾ വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കുന്നത്. വെക്കട്ടെ സാറേ, ഫോൺ എടുത്ത് വെക്കാൻ പണി കിട്ടുവേ. ഫോൺ എടുത്ത് വെക്കാനല്ലേ പറഞ്ഞേ? അതെ പിന്നെ കറണ്ട് പോയല്ലോ. ഫോൺ എടുത്ത് ഫോൺ എടുത്ത് വെക്കാൻ പറഞ്ഞില്ലേ? ആ ചേന്നങ്ങേരി മുഴുവൻ ഇളകി ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ തോന്നുന്നത്. എന്തെങ്കിലും എന്തിനും ഇങ്ങോട്ട് ഇളകി വരുന്നേ? എന്നെ പ്രശ്നം ചേന്നങ്ങനെ ഭാഗത്തുണ്ടല്ല, ഒറ്റ വീട്ടിൽ കറണ്ടില്ല. ഇന്നത്തെ ദിവസം അറിയോ? ഇന്ന് അർജന്റീനയും ബ്രസീലിന്റെയും വേൾഡ് കപ്പ് ഫുട്ബോൾ കളി ഫൈനല. അന്ന് തന്നെ നീയൊക്കെ കൂടി കറണ്ട് കളഞ്ഞല്ലേ? ശരിയാക്കാൻ വേണ്ടി ഒരാളെ അങ്ങോട്ട് ഞങ്ങൾ വിട്ടിട്ടുണ്ടായിരുന്നല്ല. ശരിയാക്കാൻ വേണ്ടി ഒരാളെ വിട്ടായിരുന്നു, അത് ശരിയാക്കിയില്ലേ? അവർ ശരിയാക്കിയിട്ടില്ല. അവരെ എല്ലാരും കൂടെ ചേർന്ന് ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. കൈയും കാലും തല്ലി ഒളിച്ച് ട്രാൻസ്ഫോമറിന്റെ മേലെ കെട്ടി വെച്ചിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചിട്ട് പോയിക്കൊള്ളാം. കൊള്ളാല്ല. കറണ്ട് പോകുമ്പോ ഞങ്ങൾ വിളിച്ചാൽ കിട്ടാതിരിക്കാൻ വേണ്ടി ഫോണിന്റെ റിസീവർ എടുത്ത് മാറ്റി വെച്ചിരിക്കണല്ലേ? ആരാണ് കാണിക്കാൻ പോലും സമ്മതിച്ചില്ലേടാ. അങ്ങനെ ഞങ്ങളെ എല്ലാവരും ഇരുട്ടത്താക്കിട്ട് നിങ്ങൾ വെളിച്ചത്തിന് ചിരിക്കണ്ട, ചിരിക്കണ്ട. സാറേ വെളിച്ചം വന്നു സാറേ. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദോ.